സമസ്ത എന്ത് പറയുന്നുവോ അവിടെ SKSSF ഉണ്ടാകും. സമസ്തക്ക് കാവലൊരുക്കാൻ, സമസ്തയുടെ നേതാക്കൾക്ക് പ്രൊട്ടക്ഷൻ ഒരുക്കാൻ ഈ ഉമ്മത്തിന്റെ കൂടെ ഈ പ്രസ്ഥാനമുണ്ട്. SKSSF ഉണ്ട്, SKSSFന്റെ വിഖായുണ്ട്, ത്വലബാ വിങ് ഉണ്ട്, ക്യാമ്പസ് വിങ് ഉണ്ട്. എല്ലാ വിഭാഗം വിദ്യാർത്ഥികളും സർവസജ്ജരായിട്ടുണ്ട്. ഈ മനുഷ്യജാലിക ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും സമാപിക്കുമ്പോ ഞങ്ങളൊന്ന് പറയുന്നു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു മഹാത്ഭുതം 100ാം വാർഷിക മഹാസമ്മേളനം നടക്കാൻ പോകുമ്പോ അതിനിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് മുതലെടുപ്പ് നടത്താമെന്ന് ആരും സ്വപ്നം കാണേണ്ടതില്ല. വഹാബിസത്തിന്റെ അച്ചാരം വാങ്ങിയിട്ട് സമസ്തയുടെ മുശാവറ എന്ത് തീരുമാനിക്കണമെന്ന് അഭിപ്രായം പറയാൻ അത് ചാലിയത്തുകാരാണെങ്കിലും വയനാട്ടുകാരാണെങ്കിലും തിരൂരങ്ങാടിക്കാരാണെങ്കിലും ഞങ്ങളുടെ മുന്നിലേക്ക് വരണ്ട എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഞങ്ങൾക്കൊരു നേതൃത്വമുണ്ട്. സമസ്ത എങ്ങനെ ചലിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. മുശാവറ എന്ത് തീരുമാനിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ആദർശം എങ്ങനെ രൂപപ്പെടുത്തണമെന്ന് ഞങ്ങൾക്കറിയാം. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെ അത് വലിച്ചെറിഞ്ഞ് അറബിക്കടലിലേക്ക് വലിച്ചെറിയാൻ ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ വഹാബിസത്തിന്റെ പരിപ്പ് വേവാത്തത് കൊണ്ട് മുശാവറ നേതാക്കൾക്കെതിരെ, ഞങ്ങളുടെ നേതൃത്വത്തിനെതിരെ കുതിര കയറാൻ വന്നാൽ കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് നിങ്ങൾ ആരും സ്വപ്നം കാണേണ്ടതില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് 100ാം വാർഷിക മഹാസമ്മേളനം നടത്തുന്നത്. ഇത് പറയുമ്പോ ഞങ്ങളോട് ഉപദേശികളായി ചമഞ്ഞു വരുന്ന ചില ആളുകളുണ്ട്. കോളാമ്പി ഒരു ഭാഗത്തേക്ക് മാത്രം തിരിച്ചു വെക്കുന്നവരുണ്ട്. ആകാശത്തിന് മീതെ ഫാഷിസം വട്ടമിട്ട് പറക്കുകയാണ്. ഫാഷിസത്തിന്റെ കഴുകക്കണ്ണുകൾ, ഫാഷിസത്തിന്റെ ചെമ്പരുന്തുകളുടെ ക്രൂരതകൾ ഈ ഉപദേശികളായ നിങ്ങളെക്കാൾ തിരിച്ചറിവുള്ള ഒരു ഇസ്സത്തുള്ള നേതൃത്വം ഞങ്ങൾക്കുണ്ട് എന്ന അഭിമാനത്തോടുകൂടെ പറയുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നായകൻ സയ്യിദുൽ ഉലമയോട് യാത്രയുടെ മുമ്പ് കോഴിക്കോട്ട് 100 കണക്കിന് പത്രക്കാർ ഒരുമിച്ച് കൂടിയപ്പോ ചോദിച്ചു, തങ്ങളെ നിങ്ങൾ സമ്മേളനം നടത്തുന്നു, ആദർശം പറയുന്നു, നിങ്ങൾ മുസ്ലിങ്ങൾ പല പല കക്ഷികളാകുന്നു, പല പല പ്രസ്ഥാനങ്ങളാകുന്നു, നിങ്ങൾ വേറിട്ട് നിൽക്കുന്നു, മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടാവണ്ടേ? ഫാഷിസം വട്ടമിട്ട് പറക്കുകയല്ലേ? ഇവിടെ പ്രതിസന്ധികളല്ലേ? ന്യൂനപക്ഷം വെല്ലുവിളിയിലല്ലേ? ഈ ഉമ്മത്തിന്റെ നായകൻ ചൂണ്ടക്കൊളുത്തിന്റെ മഹാനായ തങ്ങൾ ഉസ്താദിന്റെ മുന്നിലേക്ക് ചൂണ്ടക്കൊളുത്തിന്റെ ചോദ്യവുമായി വന്ന പത്രപ്രവർത്തകനോട് ഒറ്റ മറുപടിയാണ് പറഞ്ഞത്. ഈ രാജ്യത്തിന് വേണ്ടിയുള്ള മറുപടി, ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്ക് വേണ്ടിയുള്ള മറുപടി, ഈ രാജ്യത്തിന്റെ ഒരു ചരിത്ര നിയോഗമായിട്ടുള്ള മറുപടി. തങ്ങൾ ഉസ്താദ് പറഞ്ഞത്, ഞങ്ങൾ ഇന്ത്യ രാജ്യത്താണ് ജീവിക്കുന്നത്, ഒരു ബഹുസ്വര രാജ്യത്ത്. ഇവിടെ മുസ്ലിം സംഘടനകളൊക്കെ ഒറ്റക്കെട്ടായി, മുസ്ലിങ്ങളൊക്കെ ഒന്നിച്ചു നിന്ന്, മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായാൽ ഭൂരിപക്ഷ സമുദായം എന്താണ് കരുതുക? അവര് പറയൂലേ, മുസ്ലിങ്ങളൊക്കെ സംഘടിച്ചിട്ടുണ്ട്, അവര് ഒറ്റക്കെട്ടായിട്ടുണ്ട്, അവരെന്തിനൊക്കെയുള്ള പടപ്പുറപ്പാടാണ്. അപ്പോഴല്ലേ ഭൂരിപക്ഷ വർഗീയത? അവിടെ അവരും സംഘടിക്കുക. തങ്ങൾ ഉസ്താദ് എന്ന ഉമ്മത്തിന്റെ നായകൻ പറഞ്ഞു, ഇന്ത്യയിൽ മുസ്ലിങ്ങളെ മാത്രം നിങ്ങൾ വേറിട്ട് സംഘടിപ്പിക്കാൻ പഠിപ്പിക്കണ്ട. ഇവിടെ എല്ലാ വിഭാഗങ്ങളും, ക്രിസ്ത്യാനികളും ദളിതരും അതോടൊപ്പം തന്നെ മതേതര ചേരിയിലുള്ള ജനാധിപത്യവാദികളായ എല്ലാ മതക്കാരും ഇന്ത്യക്കാർ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് എന്ന മറുപടിയോടുകൂടെ ചൂണ്ടക്കൊളുത്ത് പോക്കറ്റിലിട്ട് തിരിച്ചു പോകേണ്ടി വന്നു. പിന്നെ ഒരു ഉപചോദ്യത്തിന് പോലും മഹാനായ തങ്ങൾ ഉസ്താദ് അവസരം നൽകിയിട്ടില്ല. തിരിച്ചറിവുള്ള, ഈ രാജ്യത്തിന്റെ ഭാവി അറിയുന്ന, ഇവിടെ എങ്ങനെ പെരുമാറണം, ജീവിക്കണം, അഭിപ്രായം പറയണമെന്നറിയുന്ന ഒരു ഇസ്സത്തുള്ള നേതൃത്വത്തിന്റെ തണലിലാണ് SKSSFന്റെ മക്കൾ ഈ സായാഹ്നത്തിൽ ചരിത്രപരമായ ഈ ജാലിക ഇവിടെ തീർത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വളരെ ശക്തമായ ഒരു ഉത്തരവാദിത്തമുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മദ്രസയിലെ പാഠപുസ്തകങ്ങളിലൂടെ പോലും ഹുബ്ബുൽ വത്തൻ, രാജ്യസ്നേഹം പഠിപ്പിക്കുന്ന പ്രസ്ഥാനമാണ്. ഇവിടെ ഈ ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്ത് തന്നെ ഏറ്റവും വലിയ മാതൃകാ യോഗ്യരായി മൈത്രിയുടെയും മാനവികതയുടെയും പരസ്പര സ്നേഹത്തിന്റെയും കൊള്ളൽ കൊടുക്കലുകൾ, അയൽക്കാരോട്, നാട്ടുകാരോട്, ഇതര മതസ്ഥരോട് എങ്ങനെ പെരുമാറണമെന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച് ഏറ്റവും വലിയ നന്മ, ഏറ്റവും വലിയ മൈത്രി നിലനിർത്തുന്നതിൽ വലിയ ഉത്തരവാദിത്വവും ആ ഉത്തരവാദിത്വം നിറവേറ്റിയ ചാരിതാർത്ഥ്യവുമുള്ള ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്തക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് സമസ്തയുടെ നേതൃത്വത്തിന് അറിയാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളം വിട്ട് ഈ കേരളത്തിന് പുറത്ത് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. SKSSFന്റെ കീഴിൽ കമ്മ്യൂണിറ്റി ലേണിംഗ് സെന്ററുകളുണ്ട്. എവിടെ?
ഹരിയാനയിലുണ്ട്, ആസാമിലുണ്ട്, പഞ്ചാബിലുണ്ട്, ഡൽഹിയിലുണ്ട്, വെസ്റ്റ് ബംഗാളിലുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്. വിഖായുടെ പ്രവർത്തകർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ ക്യാമ്പസ് വിങ്ങിന്റെ പ്രവർത്തകർ വ്യത്യസ്തമായ മേഖലകളിൽ CDPയുടെ സെന്ററുകൾ, സഹചാരിയുടെ സെന്ററുകൾ, റിലീഫ് പ്രവർത്തനമാണെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനമാണെങ്കിലും വിദ്യാഭ്യാസ പ്രവർത്തനമാണെങ്കിലും രാജ്യത്തെ നാനാജാതി മതവിഭാഗങ്ങൾക്ക് ഈ ആശയങ്ങളും ഈ നന്മകളും എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് SKSSF.